ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ റോജി പറഞ്ഞപ്പോൾ കേരളം പണ്ടും ഇങ്ങനെയായിരുന്നു, എല്ലാ രംഗത്തും മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേരളം എന്ന് വിശദീകരിച്ചു. ആ കാര്യത്തിൽ റോജിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് സൂചിപ്പിച്ച സ്ഥലമാണ് കേരളമെന്ന് ഓർക്കണം. അപ്പം ആ വാക്കിൽ തന്നെ എത്ര ഭയാനകമായിരുന്നു നമ്മുടെ നാടെന്നറിയാം. ജാതി ചിന്തകൾ, ജാതി വിവേചനങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ റോജി സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന നായകന്മാർ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും, വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും എല്ലാ നിലയിലും അവർ വലിയ പങ്ക്, നമ്മുടെ അയ്യങ്കാളി പഞ്ചമിയെ കൊണ്ട് സ്കൂളിൽ പോയതാണെങ്കിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം നമ്മളൊന്ന് ആലോചിക്കണം. 57-ലെ EMSന്റെ ഗവൺമെൻറ് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഈ നേട്ടം നമുക്ക് നേടാൻ കഴിയുമായിരുന്നോ? കഴിയില്ലായിരുന്നു. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയതോടു കൂടിയാണ് ഭൂമിയുടെ അവകാശികളായി സാധാരണ ആളുകൾ ഒക്കെ മാറുന്നതും നമുക്കതുവഴി വലിയ നേട്ടം കൈവരിക്കാനും ജാതി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യുവാനും എല്ലാം കഴിഞ്ഞു. ആ ഒരു നേട്ടത്തിലൂടെയാണ് പടിപടിയായി കേരളം ഉയർന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ ഗോവ ഗവർണറും കൂടി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം മുൻപ് ഗവർണറായിരുന്ന മിസോറാമിൽ ഒരു ജില്ലയിൽ 1 കിലോമീറ്റർ റോഡ് പോലും ടാറിട്ട റോഡില്ല. അദ്ദേഹം പ്രസംഗിച്ചതാണ്. കേരളത്തിൽ എങ്ങനെ ഈ നിലയിലേക്ക് മാറ്റമുണ്ടായി? കേരളത്തിൽ മാറ്റമുണ്ടായത് ഒരു സംശയവും വേണ്ട, ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് മുതലാണ് തുടങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നാട്ടിൽ വികസന പദ്ധതികൾ ആരംഭിച്ചു. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് മിസോറാമിൽ ഇല്ലാത്തത് കൊണ്ടാണ് മിസോറാമിൽ അത് നടക്കാത്തതും കേരളത്തിൽ ഇത് നടക്കുന്നതും. അപ്പൊ അങ്ങനെ ജനകീയ ആസൂത്രണം ഉൾപ്പെടെ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം ഉൾപ്പെടെ ഘട്ടം ഘട്ടമായി, ഏറ്റവും അവസാനം കുടുംബശ്രീ ഉൾപ്പെടെ നമ്മുടെ വിവിധ ഭവന പദ്ധതികൾ ഉൾപ്പെടെ ഗവൺമെന്റുകൾ ഇച്ഛാശക്തിയോടെ ഇടപെട്ടത് കൊണ്ടാണ് 57-ൽ ആ ഗവൺമെന്റ് ആരോഗ്യ നയം വ്യക്തമാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രാഥമിക ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനം 57-ൽ എടുത്തപ്പോൾ ചോദിച്ച എന്തിനാണ് ഇത്രയും അധികം ആശുപത്രികൾ എന്ന ചോദ്യമായിരുന്നു ചോദിച്ചത്. അതെല്ലാം ഘട്ടം ഘട്ടമായി താലൂക്ക് ആശുപത്രിയായി, ജില്ലാ ആശുപത്രിയായി, വിവിധ മെഡിക്കൽ കോളേജുകളായി, അത് 2 ഗവൺമെന്റുകളുടെയും എല്ലാം ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളം പണ്ടിങ്ങനെ ആയിരുന്നില്ല, ആർജിച്ച നേട്ടമാണ്. പിന്നെ സന്ദീപ് എവിടെ നിന്നുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കേരളം ആകെ മോശം, ഇവിടെ ജീവിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. ദേശീയ അടിസ്ഥാനത്തിൽ കണക്കല്ല, വെറുതെ വാചകമല്ല, കണക്കാണ്. ഇപ്പോഴും 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 20 പേർ മരണപ്പെടുകയാണ്. അവിടെയാണ് കേരളം 4. സന്ദീപിന്റെ UPയിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 35 പേർ ഇപ്പോഴും മരണപ്പെടുകയാണ്. UPയിൽ ഇപ്പോഴും 64 ആയുർദൈർഘ്യം. ഗുജറാത്തിൽ 68. ഇപ്പോ മാതാവ് മരണപ്പെടുന്നത് UPയിൽ 167, ഗുജറാത്തിൽ 57, കേരളത്തിൽ 19 ഉള്ളൂ. UPയിൽ ഇപ്പോഴും 73%, 4-1 പേർ നിരക്ഷരരാണ് ഇപ്പോഴും. അങ്ങനെ പല കാര്യങ്ങളിൽ അതൊന്നും ചെറിയ കാര്യങ്ങളായി അവതരിപ്പിക്കപ്പെടുകയല്ല.
അത് കേരളത്തിലെ ഈ നേട്ടങ്ങളൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല, അത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്ന പ്രശ്നം, പിന്നീട് അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്ന പ്രശ്നം, അതിനുശേഷം അടുത്ത തലമുറ, അവർ വിവാഹിതരായി അടുത്ത തലമുറ അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം. ഇവിടെ റോജി സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും വൈറ്റ് കോളർ ജോലി മാത്രം അന്വേഷിക്കുന്ന ആളുകളായി മാറുന്നു. തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കൂട്ടായി നമുക്ക് മാറ്റിയെടുക്കേണ്ടതാണ്. അത് കൂട്ടായ ചർച്ചകളിലൂടെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാം? യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ അതേ സാഹചര്യം നമ്മുടെ ഇവിടുത്തെ സർവകലാശാലകളിൽ എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? അങ്ങനെ ഇവിടെ കൊടുത്താൽ നമുക്കറിയാം കുട്ടികൾ അങ്ങോട്ട് പോവില്ല. ഇപ്പോ അതിനുള്ള ചർച്ചകൾ ആരംഭിക്കുക മാത്രമല്ല, വളരെ വേഗം തന്നെ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ സർവകലാശാല അടക്കം നടപ്പിലാക്കിക്കൊണ്ട് വളരെ വേഗം തന്നെ ആ കാര്യത്തിലേക്ക് കടക്കുക. നമുക്കിനിയും അതിനുവേണ്ടി കാത്തിരുന്നിട്ട് സമയമില്ല. നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇപ്പൊ തൊഴില് നമുക്ക് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം നമുക്കറിയാം, അവർക്ക് പഠനത്തോടൊപ്പം ജോലി, അത്തരത്തിലേക്ക് നമ്മുടെ സിലബസുകൾ ഉൾപ്പെടെ മാറ്റുന്നതിനുള്ള ചർച്ചകൾ, തീരുമാനങ്ങൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നമുക്കറിയാം വ്യവസായികമായി കേരളത്തിന് പരിമിതികളുണ്ട്. നമ്മുടെ നികുതി നമുക്കറിയാം, നമ്മുടെ നികുതിയിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ സേവന മേഖലയിലെ നികുതിയുടെ വരുമാനവും ഒക്കെയാണ്. നികുതിയേതര വരുമാനങ്ങൾ നമുക്ക് കുറവാണ്. നമുക്ക് ഇപ്പോ ഖനന വ്യവസായങ്ങൾ നടത്താൻ, അതല്ലെങ്കിൽ അത്തരം വ്യവസായങ്ങൾ നടത്താൻ സാധ്യത വളരെ കുറവാണ്. ധാതു വിഭവങ്ങളൊക്കെ നമുക്ക് കുറവാണ് കേരളത്തിന്. ഇപ്പോ ധാതു വിഭവങ്ങളുടെയും ഖനന വ്യവസായത്തിന്റെയും ഖനന വരുമാനവും എല്ലാം ഏറെ ഉള്ള ഗുജറാത്തും മഹാരാഷ്ട്രയും അതോടൊപ്പം തന്നെ ബീഹാറിലും ഒക്കെ ജീവിത നിലവാരത്തിൽ കുറവാകുമ്പോൾ നമുക്ക് ചെറിയ സംരംഭങ്ങൾ, ആ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കുക. ഇപ്പൊ സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കണം, എങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, എങ്ങനെ കർണാടകയിലേക്ക് പാലിന് പോകുന്നു, പശുവിനെ വാങ്ങിക്കാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ജനസാന്ദ്രത എത്ര? കേരളത്തിന്റെ ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിന് 830. ഇന്ത്യയുടെ ശരാശരി എത്ര? 400 സംതിങ് ആണ്. ഇരട്ടിയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത. അതിൽ ഈ പറയുന്ന ആന്ധ്രയും തമിഴ്നാടും ഒക്കെ അതിലെല്ലാം കുറേയധികം കൂടി താഴെയാണ്. നമുക്ക് വ്യവസായ രംഗത്ത് ഈ ഗവൺമെന്റ് എങ്ങനെ നമുക്ക് നമ്മുടെ ഇപ്പോ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ നിർത്താൻ ആവശ്യമായ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും? അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. വ്യവസായ രംഗത്ത് ഇപ്പോ വലിയ നിലയിലുള്ള വളർച്ചയാണ്. രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് തന്നെ രാജ്യത്തെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രസംഗിക്കേണ്ടി വന്നു. കേരളം മോഡലാണ്, ചെറുകിട സംരംഭത്തിന്റെ കാര്യത്തിൽ മോഡലാണ് എന്ന് പ്രസംഗിക്കേണ്ടി പ്രധാനമന്ത്രിക്ക് പോലും വന്നിട്ടുണ്ട്. തീർച്ചയായും ആ നിലയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൂടുതൽ ഗൗരവപരമായി അഡ്രസ് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കുമില്ല. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് എങ്ങനെ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ മൈഗ്രേഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ പഠിക്കുന്നതിനും നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നതിനും അവർ ഇവിടെ തന്നെ ജോലി ചെയ്യിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായി ഉന്നയിച്ച വിഷയത്തിൽ ജനീഷ് പറഞ്ഞത്. മറ്റത് സന്ദീപിനുള്ള മറുപടിയായിരുന്നു. അതുപോട്ടെ, പ്രധാനമായി വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് തടസ്സപ്പെട്ട അവസരങ്ങൾക്ക് വാതിൽ തുറക്കാൻ സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിലുള്ള പുതിയ ഇനീഷ്യേറ്റീവ് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഒന്ന്. രണ്ടാമതൊന്ന്, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിൽ നമുക്കുണ്ടായി എന്ന് ജനീഷ് കുമാറും സർക്കാരും അവകാശപ്പെടുന്ന വളർച്ച, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ റോജി എന്താണ് പറയുക? ഞാനിതൊരു സായാഹ്നങ്ങളിലെ TV ചർച്ചയുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ട്, എന്നാലും സന്ദീപ് പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. സന്ദീപിന് ഈ ചർച്ചയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം കേരളത്തിൽ ഇന്നുവരെ ഭരണത്തിലിരിക്കാത്തതിൻ്റെ യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ല.
65 വർഷത്തെ ഒരു ബാധ്യതയുമില്ല. ഇനി അടുത്തൊരു 65 വർഷം ഇത് വരാൻ പോകുന്നില്ല എന്നുള്ള ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് കാടടച്ച് വിമർശിക്കുകയും ചെയ്യാം. എന്ത് വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കാൻ തടസ്സങ്ങൾ. സന്ദീപിന് അങ്ങനെ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് സന്ദീപിക്കുന്നത്. ഇവിടെ ജനീഷ് പറഞ്ഞ ഞാൻ അതുകൊണ്ട് മറ്റേ ഇപ്പൊ സന്ദീപ് അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചർച്ച വഴിതെറ്റി പോകും. നമ്മൾ കേരളമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ജനീഷ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ആ കേരള മോഡലിന്റെ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചു, എന്തുകൊണ്ട് അത് വന്നു, അതിന്റെ ആരൊക്കെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് രാജ്യവും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അത് ചർച്ച ചെയ്തു തുടങ്ങുന്നത് 80കളിലാണ്. 80കളിൽ കേരള മോഡൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് 957 മുതൽ 1980 വരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ ഭരണത്തിലിരുന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. അതിൽ ബഹുഭൂരിപക്ഷ സമയവും കേരളത്തിൽ അധികാരത്തിലിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഓവർ ദി ഇയേഴ്സ് ഓരോ ഗവൺമെന്റുകൾ മാറി മാറി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഓരോന്നെടുത്താൽ നമ്മൾ എന്ത് തുടങ്ങി, ആര് തുടങ്ങി, എവിടെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ചർച്ചകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല രൂപീകൃതമാകുന്നത് തന്നെ ബഹുമാനായ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, നമുക്ക് എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ടു സേ, ഞാനത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ഈസ് ഓൾസോ എ ലാൻഡ് ഓഫ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു നാട് കൂടിയാണ് നമ്മുടെ എന്ന് ഞാൻ പറയുന്നതിനകത്ത് നമുക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കർണാടകമോ അല്ലെങ്കിൽ തമിഴ്നാടോ ഈവൻ ഗുജറാത്തോ പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ഒരു മാനുഫാക്ചറിങ് ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ സാധ്യമായി എന്ന് വരില്ല. കാരണം എളുപ്പമല്ല. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ജനസാന്ദ്രത, നമ്മുടെ ഭൂമിയുടെ കിടപ്പ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മറ്റ് പ്രയാസങ്ങൾ, നമുക്ക് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരുടെ വീടിന്റെ അടുത്ത് നമുക്ക് വ്യവസായം വേണം, നമുക്ക് വളർച്ച വേണം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് വരണം എന്ന് ആരെങ്കിലും സമ്മതിക്കും? ആരും സമ്മതിക്കില്ല. എല്ലാവരും പറയും അപ്പുറത്തെ പഞ്ചായത്ത് വേണം, നമ്മുടെ പഞ്ചായത്ത് വേണ്ട. കേരളത്തിൽ വികസനം വേണം, പക്ഷേ മാനുഫാക്ചറിങ് പുകയുണ്ടാകുന്ന പരിപാടികളെല്ലാം അപ്പുറത്തെ പഞ്ചായത്തിൽ, ഈ പഞ്ചായത്ത് വേണ്ട. അതാണ് നമ്മുടെ ഒരു സമയം. നമ്മൾ അതിനകത്ത് ആരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി ഇല്ല. ഇവിടെ പറഞ്ഞല്ലോ, സന്ദീപ് പറഞ്ഞു നമുക്ക് ലാൻഡ് ഇല്ല. ആക്ച്വലി നമുക്ക് കേരളത്തിൽ ഒരു റോഡ് വികസനത്തിനോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു പ്രോജക്റ്റിനോ, എന്തിനധികം പറയുന്നു, ഒരു പഞ്ചായത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു MCF ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആളുകൾക്ക് ലാൻഡ് കിട്ടൂല. MCF ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷ്രെഡിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ സമരമായിട്ട് വരും, കൊടി കുത്തി വരുന്ന നാടാണിത്. കാരണം എന്താ, ആളുകൾ വിചാരിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കും, അവിടെ വലിയ പൊല്യൂഷൻ ഉണ്ടാവും, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് പോലും സാധിക്കാത്ത ഒരു നാടാണ്. കാരണം അത്രയധികമായിട്ട് ആളുകൾ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെ പോലെ ഒരു മാനുഫാക്ചറിങ് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റെഡ് കാറ്റഗറിയിലേക്കൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് പോകാൻ പ്രയാസമാണ്. അത് ചെയ്താൽ നമുക്ക് നല്ലത്, പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേരളത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലകളിൽ നമുക്ക് ചെയ്യാവുന്ന വികസനം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും, നിങ്ങളെല്ലാവരും ദുബായിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ദുബായിൽ പോയാൽ, ദുബായ് എന്താണ് ദുബായ്? ഇവിടെ പറഞ്ഞല്ലോ, സന്ദീപ് പറഞ്ഞല്ലോ, തമിഴ്നാട്ടില് അല്ലെങ്കിൽ ആന്ധ്രയിൽ, ഛത്തീസ്ഗഡിൽ അരി അവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ ചോറ് കഴിക്കുമെന്ന് ചോദിച്ചു. ദുബായിൽ ഇരിക്കുന്ന ഒരു വർഷം കഴിക്കുന്നത് ആര് നെല്ല് നട്ടിട്ടാണ്, അല്ലെങ്കിൽ ആര് കോഴീനെ വളർത്തിയിട്ടാണ് അവിടെ അൽഫാം കഴിക്കുന്നത്? അപ്പൊ അല്ലെങ്കിൽ ദുബായ് ആയത് എന്തുകൊണ്ടാണ്? അതായത് ഒന്നുമില്ലാത്ത, ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന, എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അതായത് ഒരു മണലാരണ്യം എന്ന് നമ്മൾ പറയുന്ന ഒന്നുമില്ലാത്ത ഒരു ദുബായ് ഇന്ന് ലോകം മുഴുവൻ വരാൻ ആഗ്രഹിക്കുന്ന ഒരു നാടായി മാറി, ഒരു സിറ്റിയായി മാറി. എന്തുകൊണ്ടാണ്? ദേ ക്രിയേറ്റഡ് പ്രോഡക്ട്സ് ലൈക്ക് ദാറ്റ്. അവർക്ക് അവിടെ അതിനാവശ്യമായിട്ടുള്ള ലോകത്തെ മുഴുവൻ അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ അവർക്ക് അവിടെ ഉണ്ട്. ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് സോപ്പ് ചീപ്പ് കണ്ണാടിയല്ല, അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അവര് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലായിരിക്കണം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ദുബായ് ആയിരിക്കണം. ആ രീതിയിൽ ദുബായിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ദുബായിനെ അത് മാർക്കറ്റ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞ ഒന്നുമില്ലാത്ത ദുബായ് ഇന്ന് നമ്മൾ കാണുന്ന ദുബായ് ആയി. ഒരു കാര്യം കൂടി നമ്മൾ കാണണം. നമ്മൾ ഇന്ന്
ഇന്ന് നമ്മൾ ദുബായ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ദുബായിൽ പോകുന്നു ഈ വർഷം ദുബായിൽ പോകുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം പോകുന്നതിൽ നിന്നും ഈ വർഷം ദുബായിലേക്ക് എത്തുമ്പോൾ അവിടെ വേറൊരു ദുബായ് ആയി മാറി. കഴിഞ്ഞ വർഷം പോയ ദുബായ് അല്ല നമ്മൾ ഈ വർഷം പോകും. അല്ലെങ്കിൽ ഓരോ 2 വർഷം കഴിയുമ്പോഴും അവിടെ പുതിയ പുതിയ പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട്, നമുക്ക് കാണാൻ താല്പര്യപ്പെടുന്ന ഓരോ സാധനങ്ങൾ അന്വേഷിച്ച ആളുകൾ പോവുകയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ദുബായ് കൈവരിച്ച നേട്ടങ്ങൾ എല്ലാം കൈവരിക്കാവുന്ന സാധ്യതകൾ അതിനപ്പുറമുള്ള ഒരു നാടായിരുന്നു നമ്മുടേത്. എല്ലാ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ഈ പറയുന്നത് പോലെ സ്കിൽഡ് ആയിട്ടുള്ള ലേബർ, അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസ് ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്കിതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പൊ നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ടൂറിസം ഫോർ എക്സാമ്പിൾ, ഇത്രയധികമായിട്ട് ടൂറിസം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ടൂറിസത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുന്ന വേറൊരു നാട് നമുക്ക് രാജ്യത്ത് നിന്നല്ല ലോകത്ത് തന്നെ പരിമിതമാണ്, ലോകത്ത് തന്നെ ഇല്ലാന്ന് ഞാൻ പറയും. നമുക്ക് ലോകത്തിന്റെ ടൂറിസം ഹബ്ബായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ദുബായിലേക്ക് ആളുകൾ വരുന്നു എന്ന് പറയുന്നത് പോലെ ലോകത്തെ മുഴുവൻ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാവുന്ന നമ്പർ 1 ടൂറിസം സ്പോട്ടാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. നമുക്ക് കേരളത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വരുന്ന എന്താണ്? നമ്മുടെ ഉള്ള ഈ ബാക്ക് വാട്ടേഴ്സും അല്ലെങ്കിൽ മൂന്നാറും ഇങ്ങനെ കുറച്ചുള്ള കോവളവും ഇങ്ങനെ ബീച്ചുകളും കാണാൻ വേണ്ടി വരുന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ മൂന്നാർ ചെല്ലുന്നു. മൂന്നാറിൽ 10 വർഷം മുമ്പ് മൂന്നാറിൽ പോയിട്ടുള്ള ആൾക്ക് നിങ്ങളിപ്പോൾ വീണ്ടും പോയി കഴിഞ്ഞാൽ അന്നത്തെ അതേ തേയിലത്തോട്ടവും അതേ തടാകവും അതേ കുതിരയുമാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. പുതിയതായിട്ട് നമുക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമുക്ക് പുതിയ പ്രോഡക്ട്സ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ പത്തനംതിട്ടയിൽ നമുക്കാണ്, പത്തനംതിട്ടയുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ട് എന്ന് പറയുന്നത് ഗവിയാണല്ലോ. നമ്മൾ എന്തെല്ലാം സാധ്യതകളുണ്ട്. നമുക്ക് അവിടെ ഒരു കേബിൾ കാർ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ടൂറിസത്തിൽ നമുക്ക് എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഒരു ഫീൽഡാണ് ഞാൻ പറഞ്ഞത്. എത്ര ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കും, എത്ര ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ മതി. സർക്കാരുകൾക്കൊന്നും ഗവൺമെന്റ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിലേക്ക് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ടൂറിസം, എഡ്യൂക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് മൊത്തം ലോകത്തുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അന്വേഷിച്ച് ജർമ്മനിയിലേക്കോ US-ലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഒക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട് എങ്കിൽ ആ സർവകലാശാലകളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് വിദേശ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അന്ന് ഇടതുപക്ഷമൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇത് ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ വിദേശ സർവകലാശാലകൾ പാടില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ വിദേശ സർവകലാശാലകളൊക്കെ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് 10-20 വർഷം മുമ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്, നമ്മളത് ചെയ്തില്ല. ഇപ്പോ എന്നിട്ട് ഗവൺമെന്റ് ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ബസ്സിൽ കയറാൻ വേണ്ടി ബസ് ഇപ്പോൾ കൊല്ലത്തെത്തി നമ്മൾ ഇവിടെ നിന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മേഖലയിലൊക്കെ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. സർവീസ് ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് ടൂറിസത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയും കേരളത്തെ ഒരു ലോകത്തിന് തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, കേരളത്തെ ലോകത്തിന് തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായി, ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കാതെ പോയി, അല്ലെങ്കിൽ അത് സാധിക്കാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ചെയ്യാൻ സാധിച്ചാൽ ഈ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോകേണ്ട കാര്യമില്ല. അവർക്കിവിടെ നൈറ്റ് ലൈഫിനുള്ള സൗകര്യം ഉണ്ടാവും. അവർക്കിവിടെ ലൈഫ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയാലോ അല്ലെങ്കിൽ ഗോവയിൽ പോയാലോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോയാലോ ഒക്കെ നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ആ ലൈഫ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള വലിയ വലിയ നഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ GST വന്ന സമയത്ത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, അന്ന് അദ്ദേഹം GSTക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഒരാളാണ്, ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് GST നടപ്പിലായ, കാരണം GST നടപ്പിലായാൽ കേരളത്തിലെ റവന്യൂ കളക്ഷൻ എന്ന് പറയുന്നത് 25% to 30% ഗ്രോത്ത് ഉണ്ടാവും. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അപ്പൊ 25% മുതൽ 30% വരെ റവന്യൂ ഗ്രോത്ത് കേരളത്തിനുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു, ഉണ്ടാവണമായിരുന്നു. ശരിക്കും അത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നമ്മൾ തൊട്ടില്ല, നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മളിപ്പോഴും ദേശീയ ശരാശരിയേക്കാൾ താഴെ നിൽക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ പെർസെൻറ്റേജ് എടുത്ത് പരിശോധിച്ചോ, നമ്മുടെ ടാക്സ് കളക്ഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കേവലം 10%. കർണാടകയെക്കാളും തമിഴ്നാടിനേക്കാളും ഒക്കെ താഴെയാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓരോ ദിവസം കഴിയുന്തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2016 കേരളത്തിന്റെ ടോട്ടൽ ഡെറ്റ് എന്ന് പറയുന്നത് 1,60,60,000 കോടി രൂപയാണ്. ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അത് ഏതാണ്ട് 6 ലക്ഷം കോടിയിലെത്തി നിൽക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്നിട്ട് നമുക്ക് ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടും പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വീണ്ടും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കടമെടുത്ത് പലിശ കൊടുക്കുകയും കടം തിരിച്ചടവ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് എങ്ങനെ വരാനായിട്ട് സാധിക്കും? അപ്പോൾ അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഈ GST വന്നതിലുള്ള അഡ്വാൻറ്റേജ്, കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ട് നമ്മൾ മിസ് ചെയ്തു. ഇപ്പൊ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനമുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സർക്കാരിന്റെ അതുപോലെ തന്നെ CPM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. ഇപ്പൊ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം അനുസരിച്ച് പറയുന്നത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിനുണ്ടായ IGST നഷ്ടം, ഇന്റഗ്രേറ്റഡ് GST നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 30,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഖജനാവിൽ വരേണ്ട 30,000 കോടി രൂപ നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയതുകൊണ്ട് നമുക്ക് അത് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, നമ്മുടെ ഖജനാവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിന് ഞാൻ പറഞ്ഞല്ലോ ബസ് കൊല്ലത്തെത്തി, പക്ഷെ തിരുവനന്തപുരത്ത് എത്താൻ ഇനിയും സമയമുണ്ട്. നമുക്ക് ഇനിയും പരിശ്രമിച്ചാൽ നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള നിരവധി മേഖലകളിൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വലിയ അവസരങ്ങൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞതുപോലെ അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം, അതിന് പുറത്തു പോകേണ്ടതില്ല, നമുക്ക് ഇവിടെ തന്നെ ആ ജീവിതം നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് അടുത്ത 10 വർഷത്തിൽ കേരളത്തിന്റെ 4/1 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 65 വയസ്സിന് മേലെയായിരിക്കും. 65 വയസ്സിന് മേലെയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം വരുന്ന ആളുകളിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അത് ഒഴിവാക്കാനായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജനീഷിന് ഒന്നിനെ ന്യായീകരിക്കേണ്ട സന്ദീപിന് ഒന്നിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ല. എങ്കിൽ പോലും കുറച്ച് ഭാവനാത്മകമായിട്ട് ഇപ്പോൾ വികസിത കേരളത്തെക്കുറിച്ചാണ് സന്ദീപിൻ്റെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രസിഡന്റ് വന്ന ശേഷം നിങ്ങൾ മുണ്ട് മടക്കി കുത്തിയും മുണ്ടെടുത്ത് ഇറങ്ങാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് നിങ്ങളുടെ വികസന കാഴ്ചപ്പാട് കേരളത്തെ സംബന്ധിച്ച്? അതും നമുക്ക് വ്യക്തതയോടെ ഒരു അബ്സ്ട്രാക്ട് രൂപത്തിലല്ലാതെ BJP മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് എന്ത് കാഴ്ചപ്പാടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്ക് വേണ്ടി? അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ. റോജി പറഞ്ഞത് സത്യമാണ്. അതായത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിയൊന്നും ചർച്ച ചെയ്യാൻ റോജിക്ക് താല്പര്യമില്ല. കാരണം 5 വർഷം മുമ്പ് വരെ ഭരിച്ചുകൊണ്ടിരുന്ന അവരായിരുന്നു. ഈ അവസ്ഥയിൽ അതിനെ എത്തിച്ചത് അവരാ. അപ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം നടത്താൻ അവർ തയ്യാറല്ല. കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ജനീഷിൻ്റെ പാർട്ടിയും പ്രതിക്കൂട്ടിലാകും. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബീഹാറും ഒന്നും BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലൊന്നും ഈ മാജിക് ബാൻഡൊന്നും ഇല്ല. ഇവിടെ ജനീഷ് കുറേ കണക്കുകൾ പറഞ്ഞു. ആ കണക്കുകളിലൊക്കെ എന്തായിരുന്നു 2016 17 മുതലുള്ള 17 മുൻപുള്ള കണക്കും ഇപ്പോഴത്തെ കണക്കും ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാകും. ഞാൻ അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എത്തിച്ച ആൾക്കാർ അതേപ്പറ്റി സംസാരിക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഈ കേരളത്തിന് വലിയ വ്യവസായങ്ങൾ വേണം എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക്, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് വലിയ വ്യവസായങ്ങൾ ഉണ്ടാകണമെന്ന അഭിപ്രായവും നമുക്കില്ല. ഇവിടെ പറഞ്ഞു ഡെൻസിറ്റിയുടെ കാര്യം, അതേപ്പറ്റി ബോധ്യമില്ലാത്തതൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മൈൻഡ് സെറ്റാണ് വളരെ പ്രധാനം. ബാക്കിയൊക്കെ പിന്നീടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാലക്കാട് നിന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത്? തെക്കോട്ട് പോയി പാറശാലയുടെ അതിർത്തി വിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും MBA കോളേജുകളുടെയും ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജുകളുടെയും വലിയ നിരയാണ്. ആരാ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ? പത്തനംതിട്ടയിലും കോട്ടയത്തും തിരുവല്ലയിലും ചെങ്ങന്നൂരിലുമുള്ള ആൾക്കാരാണ് ഇത് നടത്തുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഇവിടെ നടത്താൻ ധൈര്യമില്ലാത്തത്? മുമ്പ് പറഞ്ഞു, ഈ എന്താ പറയുന്നത്, അപകടകരമായ ബിസിനസ്സുകളോ ഖനികളോ ഒന്നും കേരളത്തിന് വേണ്ട. വിദ്യാഭ്യാസം, മികച്ച ആശുപത്രികൾ, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഞാൻ ചോദിച്ചു, IT മേഖലയെ പറ്റി ചോദിച്ചു. മേനി പറയും
രാജ്യത്തെ ഒന്നാമത്തെ IT പാർക്കാണ് തിരുവനന്തപുരത്തേത്. സത്യം, സമ്മതിച്ചു. പിന്നീട് എങ്ങോട്ടേക്ക് പോയി? കേരളത്തിന്റെ 14 ജില്ലകളിലും IT പാർക്ക് ഉണ്ടെന്നാണ് വെയ്പ്പ്. എവിടെയാ കേരളത്തിന്റെ ചെറുപ്പക്കാർ പണിയെടുക്കുന്നത്? ഹൈദരാബാദിലെ ഹൈടെക് സിറ്റിയിൽ, ബാംഗ്ലൂരിലെ ഇൻഫോ സിറ്റിയിലൊക്കെയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ പോയി പണിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്? ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയമായി ദേവി അത് തെറ്റിദ്ധരിക്കുക. എങ്കിലും ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. ശ്രീമതി വീണ വിജയൻ എവിടെ പോയാ ബിസിനസ് തുടങ്ങിയത്? എന്റെ കേരളത്തിൽ ഒരു IT പാർക്ക്, ഒരു IT ബിസിനസ് തുടങ്ങണമെന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് തോന്നാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഞാൻ അതിലെ മറ്റ് വ്യക്തിപരമായല്ല പറയുന്നത്. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ട് എന്നതിന് നിങ്ങൾ അതിനെ എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യാത്തത്? പറയുമ്പോൾ രാഷ്ട്രീയമാണ്, ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് കുറ്റപ്പെടുത്തിക്കോളൂ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളം നന്നാവണ്ടേ? തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കേരളം നന്നാകുമെന്ന് ഒരു പ്രതീക്ഷയും നമുക്കില്ല. നിങ്ങൾ കൃത്യമായ സർജറി നടത്താതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്കൊക്കെ എന്താ പറയുന്നത്, ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞ് തൊലിപ്പുറത്ത് നീ എൻ്റെ പുറഞ്ചൊറിഞ്ഞ് പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുത്തുള്ള രാഷ്ട്രീയമാണ് വരും കാലങ്ങളിലും കേരളം പരീക്ഷിക്കാൻ പോകുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. കേരളത്തിന് മാത്രമായ വ്യവസായങ്ങൾ ഇവിടെ പറഞ്ഞു. ടൂറിസം രംഗത്ത് കേരളത്തിന്റെ സാധ്യത എവിടെയാ? ലോകത്തിലെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ നടത്തിയ ഒരു സർവേയിൽ ലോകത്തിലെ മസ്റ്റ് സീ പ്ലേസിൽ അല്ലെങ്കിൽ മസ്റ്റ് സീ ബീച്ചുകളിൽ ഒരെണ്ണമായിരുന്നു കോവളം. എവിടെ എത്തി നിൽക്കുന്നു? കോവളത്തിന്റെ അവസ്ഥ എന്താ? കോവളത്തിന്റെ തെരുവ് പട്ടികളുടെ കൈകളിലാ കോവളം ബീച്ച്. ആർക്കും പോയി സംശയമുണ്ടെ പരിശോധിക്കാം. കോവളത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് പുല്ലുകുളങ്ങര എന്ന് പറയുന്ന വില്ലേജ്. അവിടെയാണ് ശീലുവമ്മ എന്ന് പറയുന്ന 75 വയസ്സുകാരിയെ പട്ടി കടിച്ചു കൊന്നത്. ഇതാണോ കേരളം ടൂറിസത്തിന്റെ അവസ്ഥ? ഇപ്പൊ ഗവിയെ പറ്റി പറഞ്ഞല്ലോ, പത്തനംതിട്ട ജില്ലയിലുള്ള ഗവിയല്ലേ. ഓർഡിനറി പറയുന്ന ഒരു സിനിമ ശ്രീമാൻ സുഗീത് സംവിധാനം ചെയ്ത് ബിജു മേനോനും കുഞ്ചാക്ക ബോബനും അഭിനയിച്ച ഓർഡിനറി എന്ന് പറയുന്ന സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഗവിയെ പറ്റി എത്ര പേർക്ക് അറിയുമായിരുന്നു? അതിൽ തന്നെ ഗവിയുടെ ചിത്രം ഒന്നിൽ കാണിച്ച് പോയിക്കോട്ടെ. എന്താ ഗവിയുടെ അവസ്ഥ? കേരളത്തിന്റെ മുമ്പ് ഇവിടെ റോജി വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങൾ 1980 പോയാലും 2025 പോയാലും കുറെ കയ്യേറ്റം കൂടിയിട്ടുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ അവസ്ഥ എന്താ? നല്ല അമ്യൂണിറ്റീസ് ഉണ്ടോ? എന്റർടൈൻമെന്റിന് നല്ല ഫെസിലിറ്റീസ് ഉണ്ടോ? നിങ്ങൾ എന്തിനെ പറ്റിയാണ് നാം സംസാരിക്കുന്നത്? നാം എന്തു ചെയ്തു എന്നാ പറയുന്നത്? കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. എന്താ ആതിരപ്പള്ളിയുടെയും വാഴച്ചാലിന്റെ അവസ്ഥ എന്താ? പാലക്കാട് ജില്ലയിൽ എത്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള ജില്ലയാ? തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താ? ആലപ്പുഴയുടെ അവസ്ഥ, ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാ. കിഴക്കിന്റെ വെനീസ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയപ്പെട്ട ഒരു ജില്ലയുടെ ആ ടൗണിന്റെ അവസ്ഥ എന്താ? നമുക്ക് പറയാം. നിങ്ങൾക്ക് പോസ്റ്റർ അടിച്ച് വെക്കുമ്പോൾ വളരെ മനോഹരമാണ്. അവിടെ ചെന്ന് ഇറങ്ങണം. പുന്നമട കായലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ആലപ്പുഴ പോയി കാല് കുത്തി നോക്കണം. അതുകൊണ്ട് നമുക്ക് മേനി പറച്ചിലുകൾ എല്ലാവർക്കും ആകാം, നോ പ്രോബ്ലം. രാഷ്ട്രീയമായ അവകാശവാദങ്ങളുമാകാം. എന്താണ് റിയാലിറ്റി? നിങ്ങൾ എന്തുകൊണ്ടാണ് റിയാലിറ്റിയെ പറ്റി സംസാരിക്കാത്തത്? അപ്പോ കേരളത്തിന് വേണ്ടത് ഹെവി ഇൻഡസ്ട്രീസ് അല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി സംസാരിക്കുന്നു, നാനോ ടെക്നോളജിയെ പറ്റി സംസാരിക്കുന്നു, നാനോ ചിപ്പുകളുടെ എന്താണ് പറയുന്നത് ബിസിനസിനെ പറ്റി സംസാരിക്കുന്നു. സെമി കണ്ടക്ടറുകൾ ബിസിനസ്സിൽ ലോകത്തിൽ ഏറ്റവും വലിയ എഗ്രിമെന്റുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. സെമി കണ്ടക്ടർ ബിസിനസ്സുകളിൽ നിങ്ങൾ ഉത്തർപ്രദേശിനെ പറ്റി പറഞ്ഞല്ലോ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഇമ്പോർട്ടർ ആയിരുന്നു ഇന്ത്യ. ആപ്പിളിന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഒന്ന് തിരിച്ചു നോക്കൂ. 2016 മുൻപ് വാങ്ങിയ എല്ലാ ആപ്പിൾ ഫോണിന്റെയും ചുവട്ടിൽ മെയ്ഡ് ഇൻ ചൈന എന്നായിരുന്നു എഴുതിയിരുന്നത് അല്ലേ? ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാവരുടെയും ഫോണുകൾ തിരിച്ചു നോക്കൂ. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയ മൊബൈൽ ഫോണുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. മാറ്റം ഉണ്ടായിട്ടില്ലേ? സി, എന്തുകൊണ്ട് ഇത് കേരളത്തിന് പറ്റാതെ? ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ പ്ലാന്റ് വരുന്നത് ഉത്തർപ്രദേശിലാണ്. അമൃതാനന്ദമയി മഠം ലോകത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ തുടങ്ങിയത് നോയിഡയിലാണ്. MA യൂസഫ് അലി ഏറ്റവും വലിയ ലുലു പ്ലാന്റ് തുടങ്ങിയത് ഉത്തർപ്രദേശിലാണ്. എന്തേ കേരളത്തിൽ വരാതിരുന്നത്? കേരളത്തിൽ വന്നാൽ ആന്തൂർ സാദിന്റെ ഗതികേട് വരും. നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായി പോകുന്ന എന്നോട് ക്ഷമിക്കണം. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കുകൂലിയില്ല എന്ന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അഫിഡവിറ്റ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല സർ.
3 മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു വീട്ടുകാരൻ അയാളുടെ സാധനം ഇറക്കുന്നതിന് വേണ്ടി നോക്കുകൂലിയുടെ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പൊ ഇവിടുത്തെ സംസ്കാരത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ പറഞ്ഞു എന്തുണ്ടേലും കൊടികുത്തും, ജയ് വിളിക്കും. ശരിയാണ്. ആരാണ് അവരെ അങ്ങനെ ആക്കിയത്? നിങ്ങൾക്ക് അവകാശത്തെ പറ്റി മാത്രമേ ബോധ്യമുള്ളൂ, കടമകളെ പറ്റി എന്തുകൊണ്ടാണ് ബോധ്യമില്ലാത്തത്? അപ്പൊ നമ്മളെ സമരോത്സുക ജനത എന്ന അതാ ഞാൻ പറഞ്ഞത്, വലിയ വലിയ കോട്സിനകത്ത് ചില വാചകങ്ങൾ പറഞ്ഞ് മലയാളിയെ തളച്ചിടുകയാണ്. സമരം ചെയ്യാൻ മാത്രമാണ് മലയാളിയെ പഠിപ്പിച്ചത്. എന്റെ നാട്ടിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകണമെന്ന ബോധ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് സാധിക്കാതെ പോയത്? എല്ലാവർക്കും സമരം ചെയ്യണം, എല്ലാവരും അവകാശത്തെ പറ്റി ബോധവാന്മാരാണ്, കടമകളെ പറ്റി ആർക്കും ബോധ്യമില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സമരമല്ല സാർ പരിഹാരം. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണത്തെ പറ്റി പറഞ്ഞു. ടി.പി. ശ്രീനിവാസന്റെ ദൃശ്യം, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന ഡോക്ടർ ടി.പി. ശ്രീനിവാസനെ കോവളത്ത് നടന്ന ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവിന് വന്നിറങ്ങിയ ടി.പി. ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ ചെറുമകന്റെ പ്രായമില്ലാത്ത ഒരു SFI-കാരൻ പെടലിക്കടിച്ച് താഴെയിട്ടില്ലേ? മറന്നുപോയോ? എനിക്ക് ഓർമ്മയുണ്ട്, സഖാവ് VS അച്യുതാനന്ദൻ കേരളം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ADB വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. ADB വായ്പയുമായി ഇവിടെ വന്ന ADB പ്രതിനിധികളെ ചൂലുകൊണ്ടാണ് സ്വീകരിച്ചത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നാം സഞ്ചരിക്കുന്ന MC റോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. റോജി ഇരിക്കുന്നു, അങ്കമാലിയുടെ MLA, അങ്കമാലി മുതൽ കേശവദാസപുരം വരെയാണ് MC റോഡിന്റെ ലെങ്ത്. പതിബൽ കമ്പനിയെ മറന്നുപോയോ? ഇവിടെ വന്ന് ഒരു കൊറിയൻ മനുഷ്യൻ, കൊറിയക്കാരനോ ജപ്പാൻകാരനോ തൂങ്ങി മരിച്ചത്? ജപ്പാൻകാരൻ, കരാറുകാരൻ തൂങ്ങി മരിച്ച സംഭവം മറന്നുപോയോ? ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ഭാവി കേരളത്തെ പറ്റിയാണ് ആശങ്ക എങ്കിൽ രാഷ്ട്രീയമായ സംസ്കാരം പൊളിച്ചെഴുതാൻ നാം തയ്യാറായേ മതിയാവുകയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വികസന സങ്കല്പം? കേരളത്തിന് അനുയോജ്യമായ മേഖലകളെ പറ്റി ഇവിടെ ചർച്ച ചെയ്ത് ഞാനും പറഞ്ഞു. ആരോഗ്യരംഗത്ത്, ടൂറിസം രംഗത്ത്, IT രംഗത്ത്, നാനോ ടെക്നോളജി രംഗത്ത്, റീറ്റെയിൽ ബിസിനസ് രംഗത്ത്, സേവന രംഗത്ത് എത്രയെത്ര വലിയ സ്ഥാപനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കേരളത്തെ പോലെ ടൂറിസത്തിന് ഇത്രയേറെ സാധ്യതകളുള്ള ഒരു മേഖലയുണ്ടോ? ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും പോയിട്ടുള്ള എത്ര പേരുണ്ട്? ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും സ്വന്തമായി നമുക്ക് കൈത്തറിയുണ്ട്. കാസർഗോഡുകാരന് കൈത്തറി, സ്വന്തം കൈത്തറിയുണ്ട്. കണ്ണൂരുകാരന് പയ്യന്നൂരുണ്ട്, പാലക്കാടുകാരനുണ്ട്, തൃശ്ശൂരുകാരനുണ്ട്, എറണാകുളത്തിനുണ്ട്, ആലപ്പുഴയ്ക്കുണ്ട്, കോട്ടയത്ത്, തിരുവനന്തപുരത്തിനുണ്ട്. നമ്മുടെ ടെക്സ്റ്റൈൽ രംഗം എവിടെ പോയി? കേരളത്തിന് എക്സൽ ചെയ്യാൻ പറ്റുന്ന മേഖലയല്ലേ അത്? അപ്പൊ ഇതേപ്പറ്റിയൊക്കെ വിഷൻ ഉണ്ടാകണം, ചിന്തയുള്ള ഭരണാധികാരികൾ ഉണ്ടാകണം. കേരളത്തെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് എനിക്കൊന്ന് ബാബു പോൾ IAS ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരസ്യവാചകം എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോഹരമായി മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു വാചകം. ആ വാചകത്തെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാ കേരളത്തിലേക്ക് ലോകം മുഴുവനുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കാത്തത്? ഇത് ആരുടെയാണ് കുഴപ്പം? ഭരിക്കാത്ത BJP. നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് BJP അധിക്ഷേപിക്കാം. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഭരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ കുഴപ്പം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടതാ ചില മേഖലകളുണ്ട് ഇവിടെ. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, IT രംഗത്ത്, സെമി കണ്ടക്ടറുകളുടെ രംഗത്ത്, സേവന മേഖലയിൽ, റീറ്റെയിൽ മേഖലയിൽ, നമ്മുടെ ആയുർവേദം, നമ്മളുടെ കലകൾ, നമ്മളുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുത്തിയ എത്ര ഉത്സവങ്ങളുണ്ട് കേരളത്തിന്. ഇതൊന്നും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റില്ലേ? എത്രയിടത്ത് ആത്മീയ ടൂറിസം എന്നുള്ളത് ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് സ്പിരിച്വൽ ടൂറിസം. നമുക്ക് പറ്റില്ലേ? എത്രയെത്ര ആഗോള ടൂറിസ്റ്റ് സെന്റർ, പിലിഗ്രിം സെന്ററുകൾ കേരളത്തിലുണ്ട്. ഏത് മേഖലയുടെ, ഏത് മതവിശ്വാസത്തിന്റെ എടുത്താലും. നമ്മളുടെ തൃശ്ശൂർ പൂരം പോലെ ലോകത്തിന് മുൻപിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉത്സവങ്ങൾ നമുക്കുണ്ട്, എത്ര കൈത്തറി. ഞാൻ പറഞ്ഞു, നമ്മളുടെ ഭക്ഷണ മേഖല, കഥകളി പോലെ, കൂത്തുപോലെ, കൂടിയാട്ടം പോലെ, ശാസ്ത്രീയ സംഗീതം പോലെ എത്രയെത്ര മേഖലകളെ നിങ്ങൾക്ക് കേരളത്തിന് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കേരള ബ്രാൻഡിങ് നടത്തുന്നതിൽ സർക്കാരുകൾ പരാജയമാണ്. ആ ബ്രാൻഡിംഗ് ആണ് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന സങ്കല്പം. ഞങ്ങൾ പറയുന്നു കേരളത്തെ അന്താരാഷ്ട്ര രംഗത്ത് മാർക്കറ്റ് ചെയ്യണം. കേരളത്തിന് മാത്രമായി
എക്സൽ ചെയ്യാൻ പറ്റുന്ന, കേരളത്തിന് മാത്രം പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന നൂറുകണക്കിന് മേഖലകൾ ഇവിടെയുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് BJPയുടെ ദൗത്യം. അതാണ് ഞങ്ങളുടെ വികസിത കേരള സങ്കല്പവും. നമ്മൾ ഓഡിയൻസിലേക്കുള്ള ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി പൊതുവിൽ, അത് കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ സംബന്ധിച്ചല്ല, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചാണ്. ജനീഷ് കുമാർ നേരത്തെ ഇവിടെ പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ വന്നപ്പോൾ കണ്ട കേരളം. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. ഇന്ത്യയിൽ മറ്റൊരിടത്തും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു സാമൂഹിക അവസ്ഥയിൽ നിന്ന് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സംഘടനകൾ, സ്വാഭാവികമായി വന്ന ജനകീയ മുന്നേറ്റങ്ങൾ, അങ്ങനെയാണ് കേരളീയ സമൂഹം ഈ നിലയിലെത്തിയത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പിന്നോട്ട് പോവുകയാണോ? നമ്മളെ ജാതി, മതം, സാമൂഹിക അടിസ്ഥാനത്തിൽ വല്ലാതെ വിഭജിക്കപ്പെട്ട സാഹചര്യം ഇപ്പോഴുണ്ടോ? കേരളം അങ്ങനെ ആയിരുന്നോ? ഞാൻ വളരെ മുമ്പത്തെ കാര്യമല്ല, നമ്മൾ കൈവരിച്ച നേട്ടത്തിൽ നമ്മൾ പിന്നോട്ട് പോയോ? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേവലം ചെറിയ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ അതിനെ അവഗണിക്കുകയാണോ, അതിനെ പൊലിപ്പിക്കുകയാണോ? ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തിൻ്റെ മറുപടിക്ക് ശേഷം സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ.